പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു. ഓം ശ്രീഹരേ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. സ്പേസ് ഓഫ് കൃഷ്ണ എന്നുള്ള ഭഗവാന്റെ ചെറിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരായണീയത്തിൻ്റെ ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകസൃഷ്ടിയുമാണ് വായിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ എപ്പോഴാണോ നാരായണീയം കയ്യിലെടുക്കുന്നത് അപ്പോൾ ദശകം 1 കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഏത് ദശകമാണോ നമ്മൾ വായിക്കുന്നത് അത് വായിച്ചതിന് ശേഷം ദശകം 100 ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം അതും കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകസൃഷ്ടിയുമാണ് വായിക്കാൻ പോകുന്നത്. ഈ ഒരു ദശകം മറ്റ് ദശകത്തിനെ അപേക്ഷിച്ച് കുറച്ച് സ്പീഡായിട്ടുള്ള ടൂണിൽ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അക്ഷരങ്ങളും സെൻറ്റൻസുകളും കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഉള്ളൊരു ടൂണാണ് സ്പീഡായിട്ട് വായിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വായിക്കുമ്പോൾ തെറ്റൊക്കെ ഉണ്ടാകും. ഒന്നും സാരമില്ല, ഭഗവാനെ എന്നോട് ക്ഷമിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് ചെല്ലാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ചെല്ലണ സമയത്ത് ഭഗവാന്റെ പുഞ്ചിരിച്ച മുഖമൊക്കെ മനസ്സിൽ കണ്ടിട്ട് ചെല്ലാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഓം നമോ നാരായണായ. ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകസൃഷ്ടിയും. സ്ഥിതത്സ കമലോദ്ഭവ തവ ഹി നാഭിപങ്കേരുഹേ കുതസ്ഥിതിതമംബുദൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാത് പ്രതിദിശം പ്രവൃത്താനനാ സദുർവദനദാമഗാത് വികസദൃഷ്ട്യദൃഷ്ടാംബുജാം മഹാർണവിവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തതുപാശ്രയം തവ തനും തുനാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്ഥിതിതമംബുജൗ സമജനീതി ചിന്താമഗാത് അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സകലു നാലരന്ധ്രാധ്വനാം സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി ത്വദീയമതിമോഹനം നതു കലേബരം ദൃഷ്ടവാൻ തതഃ സകലനാലിക വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണയേകാഗ്രധീ സമാധിബലമാധതേ ഭവദനുഗ്രഹൈകാഗ്രഹീ ശതേന പരിവത്സരേ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃതഃ സകലു പത്മനി സംഭവാം അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്രജിഷ്ടപരിതുഷ്ടദീ ഭുജഗഭോഗഭാഗാശ്രയം കിരീടമകുടോല്ലസത്കടകഹാരകേയൂരയൂക് മണീസ്ഫുരിതമേഖലം സുപരിവേദപീതാംബരം കലായ കുസുമപ്രഭം ഗലതലോലസത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശേ കുരുഷ്വദിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിതൗ സ്വഗുണഭം ഹിമാ പാഹി മാം ലഭസ്യ ഭുവനത്രയീ രജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരുത ഭഞ്ജദ്ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുത്കഠേ ദ്യുദീരഗിരിമാധദാമുദിതചേതസം വേദസം ശതം കൃതതപാസ്തദ സകലു ദിവ്യസംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം
ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിത പവനപാദസീ പീതവാൻ തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സാ പ്രഗൽഭ്യ ഭുവനത്രയീം പ്രവൃവൃദേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാപരോ ഗുരുമുരത്പുരാധീശ്വരാ ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. ഓം ശ്രീഹരേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതാണ് ദശകം 9. ഭഗവാന്റെ ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകസൃഷ്ടിയും അതിനെക്കുറിച്ചാണ് ദശകം 9 പറയുന്നത്. അപ്പോൾ ഈ ഒരു ദശകം ചെല്ലുന്ന സമയത്ത് ആദ്യം ഓഡിയോ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ ബുക്ക് നോക്കി ചൊല്ലി നോക്കുക. ഞാൻ സെൻറ്റൻസുകളായിട്ട് സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നില്ല. നാരായണീ ഇനിയും നാരായണീയത്തിൻ്റെ ബുക്ക് ഇനിയും വാങ്ങിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കുക. എന്നിട്ട് പതുക്കെ അത് അക്ഷരങ്ങൾ നോക്കി ചെല്ലാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.